ജയ രാധമാധവ കുഞ്ച ബിഹാരി. ജയ രാധമാധവ കുഞ്ച ബിഹാരി. ജയ ഗോപീ ജനവല്ലഭ ഗിരിവരധാരി. ജയ ഗോപീ ജനവല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന. യശോദാനന്ദന വ്രജ ജനരഞ്ജന. യശോദാനന്ദന വ്രജ ജനരഞ്ജന. യശോദാനന്ദന വ്രജ ജനരഞ്ജന. യമുനതീരാവനചാരി. യമുനതീരാവനചാരി. ജയ രാധമാധവ കുഞ്ച ബിഹാരി. ജയ രാധമാധവ കുഞ്ച ബിഹാരി. ജയ ഗോപീ ജനവല്ലഭ ഗിരിവരധാരി. ജയ ഗോപീ ജനവല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന. യശോദാനന്ദന വ്രജ ജനരഞ്ജന. യശോദാനന്ദന വ്രജ ജനരഞ്ജന. യശോദാനന്ദന വ്രജ ജനരഞ്ജന. യമുനതീരാവനചാരി. യമുനതീരാവനചാരി. ജയ രാധമാധവ കുഞ്ച ബിഹാരി. ജയ രാധമാധവ കുഞ്ച ബിഹാരി. ജയ രാധമാധവ കുഞ്ച ബിഹാരി. ഓം ശ്രീ വിഷ്ണുപാദ പരമഹംസ പരിപുരുഷാചാര്യ അഷ്ടോത്തര श्री सफयार शरण भक्ति वेदांत स्वामी श्रील प्रभुपाद की जय. अनंत कोटि वैष्णव वृंद की जय. श्री श्री राधा माधव की जय. श्री श्री जगन्नाथ बलदेव सुभद्रमय सुदर्शन की जय. श्री पंचतत्व की जय. नित्याय गौर प्रेमानंदे. हरि हरि बोल. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओमज्ञानतिमिरन्दस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः. हरे कृष्ण. എല്ലാ ഭക്തർക്കും പ്രണാമം. അപ്പം നമ്മളിന്ന് ഗുരു അഷ്ടകത്തിന്റെ 3-ാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത്. ശ്രീ ശ്രീ ഗുരു അഷ്ടകം. ശ്രീ വിഗ്രഹാരാധന നിത്യനാന ശൃംഗാരതന്മന്ദിരമർജനാദോ യുക്തസ്ഥ്യഭാക്തംശ്ച നിയുഞ്ജതോപി വന്ദേ ഗുരോ ശ്രീചരണാരവിന്ദം. ശ്രീ വിഗ്രഹാരാധന നിത്യനാന ശൃംഗാരതന്മന്ദിരമർജനാദോ യുക്തസ്ഥ്യഭാക്തംശ്ച നിയുഞ്ജതോപി വന്ദേ ഗുരോ ശ്രീചരണാരവിന്ദം. വന്ദേ ഗുരോ ശ്രീചരണാരവിന്ദം. വന്ദേ ഗുരോ ശ്രീചരണാരവിന്ദം. വിഗ്രഹ, അതായത് അതിന്റെ വേർഡ് ബൈ വേർഡ് മീനിങ് പറയുകയാണെങ്കിൽ ശ്രീ വിഗ്രഹ, ശ്രീ വിഗ്രഹം എന്ന് വെച്ചാൽ വിഗ്രഹം, ആരാധന എന്ന് വെച്ചാൽ ആരാധന, നിത്യ ദിവസവും
നാനാവിധത്തിലുള്ള ശൃംഗാര വസ്ത്രവും അലങ്കാരങ്ങളും തന്നുവെച്ച ഭഗവാന്റെ ശരീരം മന്ദിര ക്ഷേത്രത്തിൽ മാർജനാദോ വൃത്തിയാക്കുക മുതലായ യുക്തസ്യ സേവനങ്ങളിൽ ഭക്താംശ ഭക്തന്മാരോടൊപ്പം ഭക്തന്മാരെ കൂടി നിയുഞ്ചതോ ഭക്തന്മാരെ കൂടി വ്യാപൃതരാക്കുന്നു. വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. അതായത് അങ്ങനെയുള്ള ഗുരുവിന്റെ പാദാരവിന്ദങ്ങളിൽ ഞാൻ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്നാണ്. അതായത് ആധ്യാത്മിക ഗുരു എപ്പോഴും ക്ഷേത്രത്തിൽ രാധാകൃഷ്ണന്മാരുടെ ആരാധനയിൽ ഏർപ്പെടുകയും തന്റെ ശിഷ്യന്മാരെ അതിൽ വ്യാപൃതരാക്കുകയും ചെയ്യുന്നു. അവർ വിഗ്രഹങ്ങൾ അലങ്കരിക്കുക, ക്ഷേത്രം വൃത്തിയാക്കുക തുടങ്ങിയ സേവനങ്ങളിൽ ഏർപ്പെടുന്നു. ഇപ്രകാരമുള്ള ആത്മീയ ഗുരുവിന്റെ പാദാരവിന്ദങ്ങളിൽ ഞാൻ എൻ്റെ പ്രണാമങ്ങൾ, സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്നാണ്. അപ്പൊ എന്താണ് നമ്മുടെ ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് വിഗ്രഹതത്വം. എന്താണ് വിഗ്രഹതത്വം? അതായത് വിഗ്രഹം എന്ന് പറയുന്നത് ഭഗവാന്റെ അവതാരം തന്നെയാണ്. അപ്പൊ പൂർണ്ണ രൂപത്തിലാണ് അത് പ്രത്യക്ഷമാകുന്നത്. അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ. ഇപ്പം ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തി നമ്മളേക്ക് നേരിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അപൂർണമാണ്, നമുക്കറിയാമല്ലോ. അതായത് 4 തരത്തിലുള്ള പോരായ്മകളുണ്ട് നമുക്ക്. ഏതൊക്കെയാണ്? തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആവർത്തിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അപൂർണമാണ്. പിന്നെ അതേപോലെ നമ്മൾ എപ്പോഴും മായാശക്തിക്ക് അധീനമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെപ്പോഴും കബളിപ്പിക്കാനും കബളിപ്പിക്കപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ 4 തരത്തിലുള്ള ഡിഫക്ട്സ് നമ്മൾ സാധാരണ ഹ്യൂമൻ ബീയിങ്സിന്, മനുഷ്യർക്കുള്ളതാണ്. അപ്പൊ ഒരു തെറ്റ് ചെയ്തേച്ച് വീണ്ടും അത് ആവർത്തിക്കും. അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആവർത്തിക്കുന്നവരാണ് എപ്പോഴും. അതാണ് ഒന്ന്. പിന്നെ നമ്മുടെ ഇംപെർഫെക്റ്റ് സെൻസസ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്. അതായത് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനോ, നമ്മൾ ഒരു റൂമിലിരുന്നാൽ മറ്റൊരു റൂമിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഒന്നും പറ്റില്ല. കാരണം എന്താണ്? ഇന്ദ്രിയങ്ങൾ അപൂർണമായത് കൊണ്ടാണ്. പിന്നെ നമ്മൾ എപ്പോഴും മായാശക്തിയിലാണ്. മായ എന്ന് വെച്ചാൽ നമ്മൾ ഭഗവാനെ മറക്കുന്നത് കൊണ്ട്, അതായത് നമ്മൾ ഭഗവാന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലാത്തത് കൊണ്ട് മായയുടെ നിയന്ത്രണത്തിലാണ്. ബഹിരംഗ ശക്തിയാണ് മായ. ഭഗവാന്റെ ബഹിരംഗ ശക്തി, അതായത് ഈ പ്രകൃതി അഥവാ ദുർഗാദേവിയാണ് അതിൻ്റെ അധിപതി. അതേപോലെ തന്നെ ആ ഒരു ഭൗതികമായിട്ടുള്ള മായികമായിട്ടുള്ള ഒരു വലയത്തിലാണ്. ആ ഒരു വലയം നമുക്ക് ചുറ്റും സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ കർമ്മത്തിന്റെ ഫലമായിട്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും വഞ്ചിക്കാനും മറ്റുള്ളവരെ വഞ്ചിക്കാനുള്ള പ്രവണതയുണ്ട്. അതേപോലെ സ്വയം വഞ്ചിക്കപ്പെടാനുമുള്ള പ്രവണതയുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ തെറ്റുകൾ, കുറ്റങ്ങൾ. അപ്പം നമുക്ക് അതുകൊണ്ടാണ് പൂർണ്ണ രൂപത്തിൽ ഭഗവാനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്തത്. ഒരിക്കൽ ശ്രീല പ്രഭുപാദ ഇങ്ങനെ അദ്ദേഹത്തിന്റെ റൂമിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കി അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കരയുകയാണ്. അപ്പൊ ഒരു സീനിയർ ഭക്തൻ, അപ്പൊ അവര് വന്ന് പ്രഭുപാദനോട് എന്തോ സംസാരിക്കാനായിട്ട് വന്ന് നോക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം അവരോർത്ത് എന്ത് പറ്റി, പ്രഭുപാദ് കരയുന്നുണ്ടല്ലോ, എന്താ അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമമുണ്ട് എന്ന് വിചാരിച്ച് അദ്ദേഹത്തിനകത്ത് സീനിയർ ആയിട്ടുള്ള ഒരു ഭക്തൻ വന്നിട്ട് പ്രഭുപാദയോട് ചോദിച്ചു. പ്രഭുപാദ നമസ്കരിച്ചിട്ട് ചോദിച്ചു, പ്രഭുപാദ അങ്ങയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു, എന്ത് പറ്റി അങ്ങേക്ക്? ഞാൻ പറഞ്ഞു, അദ്ദേഹം ജനലിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം നോക്കൂ അവിടെ കൃഷ്ണൻ അവിടെ നിൽക്കുന്നു. അന്നേരം പറഞ്ഞു, നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അന്നേരം പറഞ്ഞില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് അതായത് പരിശുദ്ധ ഭക്തർക്ക് അവർക്ക് എപ്പോഴും കാണാൻ പറ്റും. അതാണ് പ്രേമാഞ്ചന ചുരിത ഭക്തി വിലോചനേന സന്താ സദൈവ ഹൃദയേഷു വിലോകയൻ. അവരുടെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ അവർക്ക് എപ്പോഴും അവരുടെ പ്രേമത്തിന്റെ അഞ്ചനം എഴുതിയ കണ്ണുകൾ കൊണ്ട് അവർക്ക് ദർശിക്കാൻ പറ്റും. നമുക്കത് പറ്റില്ല. കാരണം നമുക്ക് അത്രമാത്രം പ്രേമമില്ല നമുക്ക്. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ വൈദിക ഭക്തി അഥവാ സാധന ഭക്തി നമ്മൾ പരിശീലിക്കുന്നതിന്റെ കാരണം അതാണ്. പക്ഷേ ഭഗവാൻ ഭയങ്കര കാരുണ്യവാനാണ്, അല്ലെ? ഭഗവാൻ കാരുണ്യവാനായതുകൊണ്ടാണ് ആ വിഗ്രഹ തത്വം, അതായത് ഭഗവാന്റെ വിഗ്രഹ അവതാരം പൂർണ്ണ രൂപത്തിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. രാധാകൃഷ്ണ രൂപത്തില്, ഗൗരനിതായുടെ രൂപത്തില്, ജഗന്നാഥ് ബലദേവ് സുഭദ്രാമയ്യയുടെ രൂപത്തില്, ചെറിയ ലഡുഗോപാലന്റെ രൂപത്തില്, അല്ലെങ്കിൽ നരസിംഹദേവന്റെ രൂപത്തിലെല്ലാം നമുക്കെല്ലാം വിഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം ആരുടെ കാരുണ്യമാണ്? ഗുരുവിന്റെ കാരുണ്യമാണ്. ശ്രീല പ്രഭുപാദ എന്ന ഒരൊറ്റ വ്യക്തി, അദ്ദേഹം
പരമ്പരയിലൂടെ ആർജിച്ച അല്ലെങ്കിൽ ആ ഒരു കൃഷ്ണപ്രേമത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം പരമ്പരയിലൂടെ ആർജിച്ചത് മാത്രമല്ല, അദ്ദേഹം എന്താ സർവഥാ ആരാധ്യനും അതേപോലെ തന്നെ ആചാര്യനുമാണ്. അപ്പം നമുക്ക് ഇന്ദ്രിയങ്ങളാൽ അനുഭവിച്ചറിയാൻ കഴിയും, നമ്മളെ കണ്ണുകൾ കൊണ്ട് ആ മൂർത്തിയെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബംഗവിഹാരി ടെമ്പിളിൽ ഒരാള് ഒരു പറഞ്ഞിട്ടുണ്ടോ ഇത്, ഒരു അന്ധൻ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പം ബംഗവിഹാരി ടെമ്പിളില് ഒരു അന്ധൻ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ദർശനം എടുക്കുക, അന്ധൻ എന്ന് ആദ്യം പറയുന്നില്ല, ഒരു ഭക്തൻ ദർശനം എടുത്ത് ഭഗവാന്റെ അടുത്ത് ദർശനം എടുത്തിട്ട് വന്ന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് അപ്പം ഒരു സേഠ്ജി, അതായത് അവിടുത്തെ ഒരു വലിയ പിന്നെ മുതലാളി, ഒരു ജമീന്ദാർ ഇങ്ങനെ പിന്നെ ടെമ്പിളിലോട്ട് കയറി പോവാണ്. അപ്പം ഇദ്ദേഹത്തിനെ ഈ രണ്ടുപേരുടെ കൂട്ടിയിടിച്ച് ഈ ജമീന്ദാർ താഴെ വീണു. അപ്പൊ താഴെ വീണ സമയത്ത് അദ്ദേഹം ഈ ചോദിച്ചു, നിനക്കെന്താ കണ്ണ് കാണത്തില്ലേ, നീ എന്തിനാണ് എന്നെ തട്ടി താഴെ ഇട്ടത്, എന്നെ ഇടിച്ച് താഴെ ഇട്ടത്? ഞാൻ പറഞ്ഞു, അദ്ദേഹം വേഗം എഴുന്നേറ്റ്, എന്നിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ക്ഷീണമായിപ്പോയി. അപ്പൊ പറഞ്ഞെന്താ, എനിക്ക് പിന്നെ എനിക്ക് കണ്ണ് കാണത്തില്ല, ഞാൻ അന്ധനാണ്. അപ്പൊ ചോദിച്ചു, അന്ധൻ എന്താണ് ക്ഷേത്രത്തിൽ കാര്യം? പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വരുന്നത് വിഗ്രഹം ഭഗവാന് ഗുഡ് മോർണിംഗ് പറയാനാണ്, വിഗ്രഹം കണ്ടു തൊഴാനാണ്. ആ വിഗ്രഹത്തിലെ കൂടി എനിക്ക് ഭഗവാനെ കാണാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തിന് എന്നെ കാണാൻ പറ്റും. ഞാൻ എല്ലാ ദിവസവും വരും. പിന്നെ അത് തന്നെയല്ല, എല്ലാ ദിവസവും ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ഇവിടുത്തെ ഭക്തന്മാരുണ്ട്, പരിശുദ്ധ ഭക്തന്മാർ, അവരിൽ നിന്ന് എനിക്ക് സതുപദേശങ്ങൾ കേൾക്കാൻ പറ്റുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം ഈ സേഠ്ജി എന്ത് ചെയ്തു, ഈ അന്ധനെ നമസ്കരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ എന്താണ്, ശരിക്കും ഞാനാണ് അന്ധൻ, എന്റെ ഹൃദയത്തിലാണ് അന്ധത. ഞാനിവിടെ എല്ലാ ദിവസവും വലിയ വേഷം കെട്ടി ഇവിടെ വരുന്നു, വന്നിട്ട് ഭഗവാനെ തൊഴുകയാണെന്ന് പറഞ്ഞിരിക്കുന്നു, പക്ഷെ എന്റെ ഹൃദയത്തിൽ ഇന്നുവരെയും ഭക്തി ഉണ്ടായിട്ടില്ല. അപ്പം ഭക്തി എന്ന് പറയുന്നത് ഇപ്പം ഭഗവാന്റെ വിരാട രൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. അത് ശാശ്വതമല്ല, ഭഗവാന്റെ ഒരു മെറ്റീരിയൽ ഫോമാണ്. ഈ ഭൗതിക ലോകം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രൂപമാണ് ഭഗവാന്റെ വിരാട രൂപം. ഈ രൂപം സെക്കൻഡ് ക്യാൻഡോയിൽ ഇതിനെക്കുറിച്ച്, ഭാഗവതം സെക്കൻഡ് ക്യാൻഡോയിലാണ് ഇതിനെക്കുറിച്ച് വർണ്ണിക്കുന്നത്. പിന്നെ അതുപോലെ ഭഗവത്ഗീതയിലും അതിനെക്കുറിച്ചൊരു ചെറിയ വിവരണം, നമ്മളിപ്പോൾ യൂണിവേഴ്സൽ ഫോം എന്ന് പറഞ്ഞ് വിശ്വരൂപം കാട്ടിക്കൊടുക്കുമ്പോൾ അത് ആക്ച്വലി അത് തന്നെയാണ്. അപ്പൊ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മനുഷ്യർക്ക് ഭഗവാന്റെ രൂപത്തിലോ അതായത് ഇപ്പം മായാവാദികൾ തന്നെ ഭഗവാന്റെ രൂപത്തിൽ അവർക്ക് താല്പര്യമില്ല, അവർക്ക് ഭഗവാന്റെ നാമത്തിൽ വിശ്വാസമില്ല, അങ്ങനെ ഒരു സങ്കല്പം അവരുടെ ജീവിതത്തിലില്ല. അവരുടെ എന്താണ് പറയുന്നത്, ഭഗവാൻ നിർഗുണ ബ്രഹ്മം, പരമസത്യം, പിന്നെ അതുപോലെ നിരപേക്ഷ സത്യം എന്നൊക്കെയുള്ള പേരിലാണ് ഭഗവാനെ അറിയപ്പെടുന്നത്. അല്ല, ഭഗവാൻ അതാണ് ബ്രഹ്മേദി. ആ ബ്രഹ്മ സാക്ഷാത്കാരം അഥവാ മായാവാദ സിദ്ധാന്തം ആ രീതിയിലാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈശ്വരനിൽ പരിപൂർണ ഭഗവാന്റെ രൂപത്തിലും നാമത്തിലും വിശ്വാസമില്ലാത്തവർക്ക് ഒരു ചെറിയ വിശ്വാസം, ഈശ്വരൻ എന്നൊരു വ്യക്തിയുണ്ട്, അപ്പൊ അതിനു വേണ്ടിയാണ് ഈ വിരാട രൂപം ഭഗവാൻ കാട്ടിക്കൊടുക്കുന്നത്. അല്ലെങ്കിൽ വിരാട രൂപത്തിന്റെ ഉദ്ദേശം തന്നെ അതാണ്, ഭഗവാന്റെ ആ അവതാരത്തിന്റെ. അപ്പൊ അങ്ങനെ ഭഗവാന്റെ അവതാരം എന്ന് പറയുന്നത് പൂർണ്ണ രൂപത്തില്, അതായത് നമ്മളിപ്പോ ഒരു വിഗ്രഹം കണ്ട് നമസ്കരിക്കുമ്പോൾ അതിലെ പൂർണ്ണ രൂപത്തിൽ ഭഗവാനുണ്ട്. പിന്നെ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും, നമ്മൾ എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇത് ഭഗവാൻ തന്നെയാണ്, ഇത് രാധാകൃഷ്ണൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇത് ഗൗരംഗ മഹാപ്രഭുവാണ്, അല്ലെങ്കിൽ ഇത് പഞ്ചതത്വമാണ്. അപ്പൊ നമുക്ക് ആ ഉള്ളിൽ നിന്ന് നമ്മൾ എത്രമാത്രം ആ വിഗ്രഹത്തെ കണ്ട് ആ ഭഗവാനെ അതിൽ ദർശിക്കാൻ നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് നമുക്ക് പറ്റുന്നു. അപ്പൊ അതാണ് നമുക്ക് ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് ഭഗവാനെ അനുഭവിച്ചറിയാൻ പറ്റും. അപ്പൊ ഗുരുവിന്റെ കൃപയാലാണ് ഈ വിഗ്രഹം നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ പ്രാണപ്രതിഷ്ഠയാണ് ചെയ്യുന്നത്. സാധാരണ ഇപ്പൊ നമ്മൾ വീടുകളിൽ വെച്ച് ആരാധന നടത്തുന്നുണ്ട്. വീടുകളിൽ നമ്മൾ കൃഷ്ണന്റെ ഫോട്ടോ വെക്കും, അല്ലെങ്കിൽ കൃഷ്ണന്റെ വിഗ്രഹം വെച്ച് ആരാധിക്കുന്നവരുണ്ട്, എല്ലാ ദിവസവും നിവേദ്യം ചെയ്യുന്നവരുണ്ട്, തുളസിമാല കെട്ടിയിടുന്നവരുണ്ട്, പിന്നെ അതുപോലെ ഭഗവാൻ ആരതി അർപ്പിക്കുന്നവരുണ്ട്. അതൊക്കെ പിന്നെ ചില ആൾക്കാര്
അവർ ആധികാരികമായി ഗുരുവിൽ നിന്ന് കേട്ടില്ല, അല്ലെങ്കിൽ ആധികാരികമായിട്ട് ഗുരുവിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ പോലും ചിലര് അവരവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഭഗവാനെ ട്രസ്റ്റ് ചെയ്യുകയും അതൊക്കെ അവരുടെ ഉള്ളിലെ ഭക്തിയാണ്. അപ്പം അതിന്റെ എന്താണ് ആ ഭക്തിയിൽ എന്താണ് ഉൾക്കൊള്ളുന്നതെന്ന് നമുക്ക് പരിപൂർണമായിട്ട് മനസ്സിലാകത്തില്ല. പക്ഷെ അവരുടെ ഉള്ളിലുണ്ട് ഭക്തി, അവരുടെ ഹൃദയത്തില്. ഇപ്പൊ അവർക്ക് ഒരു ഗുരുവിനെ സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞില്ല ദേഷ്യം എടുത്തില്ലെങ്കിൽ പോലും ചിലർക്ക് ആ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു കൃഷ്ണനോട്, കാരണം എന്ന് വെച്ചാൽ കൃഷ്ണൻ പരമാത്മാവാണ്, എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നയാളാണ്. അതേപോലെ തന്നെ ഭഗവാനെ ആർക്കൊക്കെയാണ്, അതായത് ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നേരിട്ട് ഭഗവാന്റെ വിഗ്രഹ രൂപത്തിൽ കൂടി ആരാധിക്കുമ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ ഭഗവാനോടുള്ള സ്നേഹം അതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. കാരണം വെച്ചാൽ നമ്മൾ ഭഗവാന്റെ അംശമാണ്. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതനം. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെയും ഹൃദയത്തിൽ കൃഷ്ണാവബോധം ഉണ്ടാകുന്നതാണ്. ഈവൻ നമ്മൾ ഗുരുവിൽ കൂടി അല്ലാതെ പോലും ഒരുപാട് പേർക്ക് അങ്ങനെ ആ ഭക്തി ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഗുരുവിനെ സ്വീകരിക്കുന്നതും ഗുരുവിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതും ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. കാരണം എന്ന് വെച്ചാൽ അതാണ് പ്രോപ്പർ ആധികാരികം. നമ്മളിപ്പം എന്താ പറയാ, കർമ്മങ്ങളിൽ തന്നെ പലതരം കർമ്മങ്ങളുണ്ട്. കർമ്മം, അകർമ്മം, അതേപോലെ വികർമ്മം. അപ്പൊ ഈ കർമ്മം എന്ന് പറയുന്ന പുണ്യകർമ്മങ്ങളാണ്. അപ്പം ഭക്തിയുടെ തലം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സ്കൂളിൽ പോയി പഠിച്ച് നമുക്ക് വീട്ടിൽ ഇരുന്ന് പുസ്തകം എടുത്ത് ഇപ്പം ഓൺലൈനൊക്കെ ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. പക്ഷെ അതിന്റെ ആ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂവിന് വ്യത്യാസമുണ്ട്. അതേപോലെ നമ്മൾ വീട്ടിൽ ഇരുന്ന് പഠിച്ച് എന്താ സോറി നമുക്ക് സ്കൂളിൽ പോയി അഥവാ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ച് അവിടുത്തെ ആധികാരികമായ ആ ഒരു സെന്ററിൽ നിന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നമ്മളൊരു കോളേജിൽ പഠിച്ച് അവിടുത്തെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ എന്ന് വെച്ചാൽ ഡിഫറെന്റ് ആണ്. അപ്പൊ അതേപോലെ നമ്മൾ എപ്പോഴും അതിലുപരിയാണ്, അതിനെ താരതമ്യപ്പെടുത്താൻ ഒത്തില്ലെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഭൗതിക തലത്തിൽ നിന്നുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഭഗവാനെ മനസ്സിലാക്കുന്നത്. അപ്പൊ അതേപോലെ എന്താ പറയാ, ഭഗവാനെ ഇപ്പം ഗുരുവിനെ സ്വീകരിച്ച് അദ്ദേഹത്തിന് ഭഗവാൻ തന്നെ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. അപ്പൊ അങ്ങനെ ഭഗവാൻ, നമ്മളൊരു ഗുരുവിനെ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച്, ഇപ്പൊ തന്നെ കൃഷ്ണ കോൺഷ്യസിലായാലും ചില ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, അതായത് അവര് ചിന്തിക്കുന്നത് എന്താണ്, പ്രഭുപാദ് വരെ മതി ഞങ്ങൾക്ക്, അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ പ്രസന്റ് ഗുരുവിനെ വേണ്ട. കാരണം എന്താ, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾക്ക് പ്രഭുപാദിന്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കേൾക്കുന്നുണ്ട്, പ്രഭുപാദിനെ ഞങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ദൈനംദിനമായിട്ട് ഞങ്ങൾക്ക് ഇതെല്ലാ കാര്യങ്ങളും പ്രഭുപാദ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന്. പിന്നെ എന്തിനാണ് ഒരു പ്രസന്റ് ഗുരുവിന്റെ ആവശ്യം? പക്ഷെ നമുക്ക് പ്രസന്റ് ഗുരുവിന്റെ ആവശ്യകത എന്ന് പറയുന്നത്, നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഫാളൻ സോൾസ് ആണ്. ഏത് നിമിഷവും നമ്മൾ മായയുടെ പിടിയിലകപ്പെടാം. ഈവൻ ഡിവോട്ടീസ് ആയാലും, ഈവൻ സന്യാസിമാര് പോലും അങ്ങനെ ഫോൾ ഡൗൺ ആയി പോകുന്നുണ്ട്. കാരണം മായ എന്ന് പറയുന്ന അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും, ഇപ്പൊ തന്നെ ഗുരുമഹാരാജ് എപ്പോഴും എല്ലാ ദിവസവും രാവിലെയുള്ള മെസ്സേജ് എന്താണ്, പ്ലീസ് ഫോളോ ഫോർ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ്. കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും അതാ പ്രോൺ ടു ഡു ദ പ്രോൺ ടു ഫോൾ ഇൻ ടു ദ ഡേഞ്ചർ. അതാണ് പദം പദം യത് വിപദം ന ദേശ. എപ്പോഴും അപകടം പതിയിരിപ്പുണ്ട്. നമ്മൾ ഇനിഷ്യേറ്റഡ് ഡിവോട്ടീസ് ആയാലും ബ്രാഹ്മണരായാലും ശരി, പരിവൃശാചാര്യന്മാർക്ക് തെറ്റ് പറ്റത്തില്ല. പക്ഷെ സന്യാസിമാരുണ്ട്. ഇപ്പൊ നമ്മൾ ചിലർ സന്യാസം എടുത്താലും ഇപ്പൊ ഭഗവാന്റെ കാലത്ത് പോലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ. പണ്ടൊരു സന്യാസി ഉണ്ടായിരുന്നു. ആ ഒരു സന്യാസി അദ്ദേഹം ഒരിടത്ത് ഇങ്ങനെ താമസിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് വന്ന് താമസിച്ചു. നിങ്ങൾക്കറിയാം ഈ കഥ. അപ്പൊ പ്രോസ്റ്റിറ്റ്യൂട്ട് വന്ന് താമസിച്ചപ്പം ഈ പ്രോസ്റ്റിറ്റ്യൂട്ടിന് ഭയങ്കര സന്തോഷമായി. ഞാൻ എന്തോ ഭാഗ്യവതിയാണ്, ഈ ഒരു മഹാത്മാവായിട്ടുള്ള ഒരാളിന്റെ തൊട്ട് ഓപ്പോസിറ്റിൽ എനിക്ക് താമസിക്കാനത്തില്ല, അദ്ദേഹത്തിന്റെ ദർശനം എടുക്കാൻ പറ്റുമല്ലോ, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുമല്ലോ, അദ്ദേഹം എന്തൊക്കെയാ ചെയ്യുന്നത്, എനിക്ക് അങ്ങനെയൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ട് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമല്ലോ എന്നൊക്കെ ഇവര് വിചാരിച്ചു. പക്ഷെ സന്യാസി എന്താ വിചാരിച്ചത്, എന്റെ ഓപ്പോസിറ്റിൽ ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് താമസിക്കുന്നു, ആൾക്കാർ എന്നെ കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്, ഇവരെത്ര സ്ത്രീയാണ്, ഞാൻ ഇവരുടെ ഓപ്പോസിറ്റ് താമസിക്കുമ്പോൾ ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് ചെയ്യും. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ
ഈ പിന്നെ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ്. അവബോധം മാറി. പക്ഷെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്താ ചിന്തിച്ചത്? പക്ഷെ അവര് മരിച്ച സമയത്ത് ഈ പിന്നെ സ്ത്രീ നേരിട്ട് ഭഗവാന്റെ അടുത്ത് പോയി, സന്യാസിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ ഭൗതിക ലോകത്തിന്റെ ഈ മായിക വലയം സൃഷ്ടിക്കുന്നതാണത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും കൃഷ്ണനെ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഗുരുവിനെ ആരാധിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഗുരുവിനെ സ്വീകരിക്കുക അല്ലെങ്കിൽ ഗുരുവിനെ ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞത് നമ്മളത് ആധികാരികമായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് അതാണ് ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് അനുഗ്രഹം അരുളുന്നത്. കാരണം ഇപ്പം ഭഗവാൻ പറയുമല്ലോ, അതായത് നമ്മൾ സിൻസിയറായിട്ട് ഈശ്വര സേവനം ചെയ്യുകയും നാമം ജപിക്കുകയും അല്ലെങ്കിൽ ഗുരുവിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഗുരുവിൽ കൂടി നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇംപെർഫെക്റ്റ് സെൻസസ് ആണ്, നമുക്ക് തെറ്റുപറ്റാനുള്ള പ്രവണതയുണ്ട്, വഞ്ചിക്കപ്പെടാനുള്ള പ്രവണതയുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഭൗതിക ലോകത്ത് നേരിട്ട് ഈശ്വരനെ സാക്ഷാത്കരിക്കാനുള്ള യാതൊരു എന്താ പറയാ അവസരങ്ങളുമില്ല, നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിലും. പക്ഷെ ഒക്കെ ഭഗവാൻ പറയുന്ന പോലെ ഏ യഥാമാം പ്രപദ്യന്തി താം തഥൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാഹ പാർത്ഥ സർവശഃ. അതായത് ആര് ഏത് ഭാവത്തോടു കൂടി, ഏത് ആഗ്രഹത്തോടു കൂടി, ഏത് രീതിയിൽ എന്നെ ധ്യാനിച്ചാലും അഥവാ എന്നെ സേവിച്ചാലും ഞാൻ അവർക്ക് അതിന് തക്ക അതിനുതകുന്ന തരത്തിലുള്ള എന്താ റിവാർഡ് നൽകും, അതിന്റെ ഫലം നൽകും. കാരണം എല്ലാവരുടെയും ഉള്ളിൽ ഭക്തിയുണ്ട്. അതാ കൃഷ്ണാവബോധം ഉറങ്ങിക്കിടക്കാൻ നൈസർഗികമാണ്, നമ്മൾ ഭഗവാന്റെ അംശമാണ്. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. നമ്മൾ ശാശ്വതരായിട്ടുള്ള ജീവാത്മാക്കളാണ്. പക്ഷെ എന്നാലും നമ്മൾ ഭൗതിക ലോകത്ത് വന്ന് അറിയാതെ ഈ സാഗരത്തിൽ പതിച്ചത് കൊണ്ട് നമുക്ക് ഒരുപാട് ഇതേപോലുള്ള ഇംപെർഫെക്ഷൻസ്, അതായത് നമുക്ക് ഒരുപാട് അപൂർണതകളോടുകൂടിയാണ് നമ്മൾ ഈ ഭൗതിക ലോകത്ത്. പിന്നെ നമ്മൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻസ് നേടുന്നതും ഗുരുവിനെ സ്വീകരിക്കുന്നതും അദ്ദേഹത്തിൽ നിന്ന് ദിനമായിട്ട് നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ശ്രീല പ്രഭുപാദിന്റെ ഇപ്പം വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മൾ ഗുരുവഷ്ടകം ചെയ്ത് ഗുരുവിനെയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ ആദ്യം ചെയ്യുന്നത് ഭഗവാനല്ല, പിന്നീടാണ് ഭഗവാന്റെ ദർശനാനതി. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ആദ്യം നമുക്ക് ഗുരുവിന്റെ അനുഗ്രഹം, ഗുരു കൃഷ്ണ പ്രസാദി, ഗുരുവിന്റെ ഭഗവാന്റെയും അനുഗ്രഹം കൊണ്ട്, കൃപ കൊണ്ടാണ് നമ്മൾ എന്താ ഭക്തിലത ബീജം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെടുന്നത്. അപ്പൊ എന്ന് പറയുന്ന പോലെ അതുകൊണ്ട് നമുക്ക് ഈ എന്താ പറയാ പ്രത്യക്ഷമായിട്ടുള്ള ഈ വിഗ്രഹത്തെ നമുക്ക് ഇന്ദ്രിയങ്ങളാൽ അനുഭവിച്ചറിയാൻ കഴിയും. അതേപോലെ നമുക്ക് എന്താണ് അമ്പലങ്ങളിലെ പ്രാണപ്രതിഷ്ഠയാണ് ചെയ്യുന്നത്. അതായത് ഗുരുവിന്റെ സാന്നിധ്യത്തില് നമ്മൾ ഇസ്കോൺ ക്ഷേത്രങ്ങൾ എടുത്തു കഴിഞ്ഞാല് ഓരോ ക്ഷേത്രങ്ങളിലും നമുക്കറിയാം അവിടെ എല്ലാം എന്താ പറയാ പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലെ വിഗ്രഹം, ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ നമ്മൾ ആരാധിക്കുന്ന വിഗ്രഹം എന്ന് വെച്ചാൽ അത് എന്താ പറയാ അതിലെ എപ്പോഴും ചൈതന്യം ഉണ്ടാവില്ല. എന്താ പറയാ നമ്മൾ എത്രമാത്രം ഉള്ളിലെ ആ ഭക്തി, സ്നേഹം, പ്രേമം അത് പിന്നെ ഗുരുശിഷ്യ പരമ്പരയിലൂടെ ആർജിച്ച തരത്തിൽ അതിനാണ് നമുക്ക് റെക്കമെൻഡഡ്, അതായത് ശാസ്ത്രവിധി പ്രകാരം നമ്മൾ എപ്പോഴും ശാസ്ത്രവിധി പ്രകാരമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഭഗവാനെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നത്. അപ്പൊ ഈ വിഗ്രഹം അതായത് പ്രാണപ്രതിഷ്ഠ ചെയ്തിരിക്കുകയാണ്. അപ്പം ഗുരു എന്താ ചെയ്യുന്നത്? ഈ പ്രാണപ്രതിഷ്ഠ അതായത് അമ്പലങ്ങളിലായാലും ഇസ്കോൺ ക്ഷേത്രങ്ങളില്, അതായത് ഗുരു നിത്യേന ആരാധന ചെയ്യുകയാണ് ഈ വിഗ്രഹത്തിൽ. ശ്രീ വിഗ്രഹ ആരാധന നിത്യനാന, നിത്യവും ദിവസേന. അതായത് അവിടെ ബ്രേക്കില്ല. അതാണ് സ്പോണ്ടേനിയസ്, അഹൈതുകി അപ്രതീഹത എന്ന് പറയുന്നത്. അതായത് ധർമ്മം അനുഷ്ഠിക്കുന്നതിന് അതിന് നമ്മുടെ യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? അധോക്ഷജനായിട്ടുള്ള സവൈ പുംസാം പരോധർമ്മോ യഥോഭക്തി അധോക്ഷജ, ഭക്തിയോടുകൂടി നമ്മൾ അധോക്ഷജനായിട്ടുള്ള ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമമായിട്ടുള്ള ധർമ്മം. അതിലുപരി യാതൊരു ധർമ്മവുമില്ല. ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്നുണ്ട്, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം പറയും. അപ്പൊ അതൊക്കെ പറയുന്നെങ്കിലും ഇവൻ രാമാനന്ദരായര് ഒരിക്കൽ ചൈതന്യ മഹാപ്രഭുവായിട്ട് കണ്ടുമുട്ടിയ സമയത്ത്
മഹാപ്രഭു രാമാനന്തരായരോട് ചോദിച്ചത്. അതായത് ഭഗവാൻ എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭു ആരാണ്? ഭഗവാൻ, സ്വയം ഭഗവാനാണ്. അപ്പം ഭഗവാൻ അതായത് എന്താ ശ്രീകൃഷ്ണ ചൈതന്യ ശരീരധാരി, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ധരിച്ചിട്ട്, അതായത് പുരാണ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ വൈരാഗ്യ വിദ്യയും ഭക്തിയോഗവും ഒക്കെ പഠിപ്പിക്കാനായിട്ട് ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ വന്നതാണ്. അപ്പൊ എന്ന് ഇപ്പം ചൈതന്യ മഹാപ്രഭു അപ്പം ആരാണ്? രാമാനന്തരായരെന്ന് പറയുന്നത് അദ്ദേഹം ഒരു ശൂദ്രനാണ്. അദ്ദേഹം മിനിസ്ട്രി വർക്ക് ചെയ്യുന്ന പ്രൈം മിനിസ്റ്ററോ മറ്റോ ആണ് ആ സമയത്ത്. അപ്പം സാർവഭൗമ ഭട്ടാചാര്യയാണ് ചൈതന്യ മഹാപ്രഭു ദക്ഷിണേന്ത്യൻ സന്ദർശനത്തിന് പോയ സമയത്ത് സാർവഭൗമ ഭട്ടാചാര്യ പറയും, അങ്ങ് പോകുന്ന സമയത്ത് അവിടെ ഒരു ഭക്തൻ വരും, അദ്ദേഹം അതീവ വലിയ ഭക്തനാണ്, അദ്ദേഹത്തെ ഒന്ന് കാണണം, അദ്ദേഹമായിട്ട് അങ്ങ് സംസാരിക്കണം എന്നൊക്കെ പറയും. അപ്പൊ മഹാപ്രഭുവിന്റെ മനസ്സിലും ഇതുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇവര് തമ്മിൽ കണ്ടുമുട്ടും. ഒരു നദിയുടെ തീരത്ത് കുളിക്കാനായിട്ട് ഈ രാമാനന്തരായി വരുന്ന സമയത്ത് മഹാപ്രഭു അവിടെ വന്ന് അവിടെ തീരത്തിരിക്കുകയാണ്. അപ്പം അദ്ദേഹം കുറെ അനുയായികളും ഒക്കെ ആയിട്ട് വരുമ്പോ മഹാപ്രഭു മനസ്സിലാക്കുമോ ഇതായിരിക്കാം രാമാനന്തരായ. അങ്ങനെ വന്ന് അവര് തമ്മിൽ കാണും. അങ്ങ് രാമാനന്തരായ ആണോ എന്ന് ചോദിക്കും. എന്നോട് ഇങ്ങനെ സാർവഭൗമ പറഞ്ഞിട്ടുണ്ട്. അന്നേരം അതെന്ന് പറഞ്ഞ് അങ്ങനെ അവര് തമ്മിൽ ആലിംഗനം ചെയ്യും. അപ്പൊ എന്നിട്ട് അവരൊരു വൈകാരികമായിട്ടുള്ള, അതായത് അതീന്ദ്രിയ വികാരം ഉണ്ടാകും രണ്ടുപേരുടെയും ശരീരത്തിൽ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് സാത്വിക വികാരങ്ങൾ. അപ്പൊ അതൊക്കെ രണ്ടുപേരിലും പ്രകടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇവര് കണ്ടുമുട്ടി. അപ്പൊ സംസാരിക്കുമ്പം രാമാനന്തരായരോട് ഓരോ കാര്യങ്ങളും മഹാപ്രഭു ചോദിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ചോദിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത ലക്ഷ്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈശ്വരപ്രാപ്തി, പരമമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? അത് വർണ്ണാശ്രമ വ്യവസ്ഥയിലൂടെ നമ്മൾ ആദ്യം പറയുന്നത് അതിന് സാധ്യ എന്നാണ് പറയുന്നത്. സാധ്യ, അതായത് എന്താ വർണ്ണാശ്രമ വ്യവസ്ഥയിലൂടെ ഈശ്വരപ്രാപ്തി കൈവരിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു അതൊക്കെ താഴ്ന്ന നിലയിലുള്ളതാണ്, അത് ബാഹ്യമാണ്, പുറമേ ഉള്ളതാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് ഇതാണ്, അതായത് അതായത് ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി രണ്ടാമത് പറയുന്നതല്ല. പിന്നെ പിന്നീട് പറയും സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അതായത് അവിടെയും പറയുന്നത് എന്താണ്? അപ്പം ഭഗവാൻ അർജുനോട് പറയുന്നത് നീ എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് നീ എന്നെ പ്രാപിക്കാനാണ്, അത് പറയാനാ വന്നത്, പ്രാപിക്കാൻ പറയുന്നത്. പക്ഷെ അതും ഭഗവാൻ അവിടെ ബാഹ്യമായിട്ടാണ് പറയുന്നത്. കാരണം അതിലുപരി ഇപ്പൊ നമ്മള് എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കണമെങ്കിലും അത് നമ്മള് ശരണം പ്രാപിക്കുമ്പോഴാ ഭഗവാനെ ഏത് രീതിയിൽ, ഏത് ഭാവം, നമ്മുടെ ഹൃദയത്തിൽ ഏത് ഭാവമായിരിക്കണം നമ്മൾ ഭഗവാനെ പ്രാപിക്കുമ്പോൾ. അപ്പം സഖ്യരസമാണ് അർജുനൻ, മനസ്സിലായോ? പക്ഷെ ഇപ്പം എന്താ പറയാ, ദാസ്യരസം, ശാന്തരസം, ദാസ്യരസം, സഖ്യരസം, പിന്നീടാണ് വാത്സല്യരസം. വാത്സല്യരസവും കുറച്ചുകൂടി ഉയരത്തിലാണ്. പിന്നെ ഭഗവാൻ എന്നിട്ട് പിന്നെ അവര് സംസാരിച്ച് ബാഹ്യമാണ് പറഞ്ഞു, പിന്നെ അതുകൊണ്ട് കുറച്ചുകൂടെ കൊള്ളാം, അങ്ങനെ പറഞ്ഞ് ഏറ്റവും ആത്യന്തികമായിട്ട് വരുന്നത് മാധുര്യ രസത്തിലാണ്. വിശേഷിച്ച് ഇപ്പൊ ഗോപികമാരുടെ സ്നേഹം, പ്രേമം, അതിലുപരി ഏറ്റവും നമ്മുടെ എന്താ പറയാ അന്തസത്ത, അതിന്റെ ഏറ്റവും ഉൾക്കാമ്പ് എന്ന് പറയുന്നത് അത് രാധാറാണിയുടെ സ്നേഹം. ഇപ്പൊ എന്ന് പറയുന്നത് പോലെ, അതായത് എന്താ പറയാ, നമ്മള് ഭഗവാന്റെ ആരാധന, വിഗ്രഹാരാധന, ആ വിഗ്രഹത്തിൽ റാണിയും കൃഷ്ണനും തമ്മിലുള്ള എന്താ പറയാ ആ സ്നേഹത്തിന്റെ, പ്രേമത്തിന്റെ ആ ഒരു ഭാവം നമ്മൾ അവരെ കാണുമ്പം വിഗ്രഹത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയണം, അവരുടെ ആ ഭാവം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിൽ പോയ സമയത്ത് ജഗന്നാഥിനെ കാണുമ്പോഴുണ്ടായ ആ വികാരം, അതൊക്കെ അഷ്ടസാത്വിക വികാരമാണ്. അതിൽ മഹാപ്രഭുവിൽ അത് ആവിഷ്കൃതമായിരുന്നത്. അപ്പൊ അദ്ദേഹം ഭഗവാനെ കണ്ട മാത്രയില് പെയിന്റ് ആയിപ്പോയി. അതാണ് പ്രളയം എന്ന് പറയുക, അതിന് ഡീവാസ്റ്റേഷൻ. അതായത് മൊത്തം, അതായത് ബോധരഹിതനാകുക. അപ്പൊ എന്താണ് കാരണം? മഹാപ്രഭു ഭഗവാനെ കാണുമ്പോഴ രണ്ടുപേർക്കും ആ ഫീലിംഗ് ഓഫ് സെപ്പറേഷൻ ആണ്. ഒരു വശത്ത് രാധാറാണിയുടെ ഭാവത്തിലാണ് മഹാപ്രഭു ഓടിച്ചെല്ലുന്നത്, പിന്നെ ഭഗവാൻ ജഗന്നാഥ് ശ്രീകൃഷ്ണൻ
രാധാറാണിയെ പിരിഞ്ഞിരിക്കുന്ന ആ ഒരു വികാരത്തിലാണ്. അപ്പൊ അതാണ് വിഗ്രഹത്തിന്റെ ആ ഒരു മഹിമ. അപ്പൊ നമുക്ക് പക്ഷെ മഹാപ്രഭുവിനൊക്കെ അതൊക്കെ മനസ്സിലാകത്തുള്ളൂ. നമ്മുടെയൊക്കെ ഉള്ളില് ഒരുപാട് ഭൗതികമായിട്ടുള്ള ചിന്താഗതികളും ഭൗതിക അവബോധവും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈവൻ ഒരു വിഗ്രഹം കാണുമ്പോഴാ എന്താ പറയാ അത് അത്രയും നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും ഗുരുവിന്റെ അനുഗ്രഹം വേണം. ആ ഭഗവാനെ അതേപോലെ അതേ ഭാവത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ അതിനും ഗുരുവിന്റെ നമ്മൾ ആർജിക്കുന്ന ജ്ഞാനത്തിലും ഭക്തിയിലും ഒക്കെ ഉപരിയാണ് ഒരു ഗുരുവിൽ കൂടി. അതാണ് വൈദിക ഭക്തിയിലൂടെ നമ്മൾ രാഗാനിക ഭക്തിയിലേക്ക് വരുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആ വിഗ്രഹത്തിൽ കൂടി എന്താണ് ഇന്ദ്രിയങ്ങളാൽ അനുഭവിച്ചറിയാൻ പറ്റും ഗുരുവിന്റെ കൃപയാല്. അപ്പൊ അത് പ്രാണപ്രതിഷ്ഠ കാരണം വെച്ചാൽ അതിനകത്ത് ഭഗവാന്റെ പ്രാണൻ ഇപ്പം ജഗന്നാഥപുരിയില് പ്രാണപ്രതിഷ്ഠ ചെയ്യും. അപ്പൊ അതായത് പ്രാണപ്രതിഷ്ഠ ചെയ്ത വിഗ്രഹമാണ്. 12 വർഷത്തിലൊരിക്കല ഇത് നവകളേബരം എന്ന് പറയും. അതായത് ഈ ജഗന്നാഥനെ 12 വർഷം അവിടെ വിഗ്രഹാരാധന നടത്തിയതിനു ശേഷം ഈ വിഗ്രഹത്തെ അവിടുന്ന് മാറ്റിയിട്ട് ആ ജഗന്നാഥിലുള്ള ആ പ്രാണൻ അതെടുത്ത് എന്ത് ചെയ്യും അടുത്ത അതായത് അതായത് ഒരു വിഗ്രഹം ജഗന്നാഥന്റെ വിഗ്രഹം അതായത് നീം തടിയിലാണ്, ആര്യവേപ്പിന്റെ തടിയിലാണ് ആ വിഗ്രഹം ഉണ്ടാക്കുന്നത്. അതിനൊക്കെ ഒരുപാട് പ്രോസസ് ഉണ്ട്, ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. അപ്പം അതായത് ഒരു സർപ്പമാണ് അത് കൊണ്ടുവന്ന് ഈ വൃക്ഷം കാണിച്ചു കൊടുക്കുന്നത്. അതിന് ശംഖ്, ചക്രം, ഗദ, പങ്കജം ഇതെല്ലാം ആ നീം ട്രീയില് നമുക്ക് ആവിർഭാവമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു വൃക്ഷമാണ് കണ്ടെത്തി ഇത് കൊണ്ടുവന്ന് മുറിച്ചു കൊണ്ടുവന്ന് അത് അങ്ങനെ ഇന്ദ്രദുപ്ന മഹാരാജാവിന് ആദ്യം ജഗന്നാഥിനെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു തടി സമുദ്രത്തിലൂടെ ഒഴുകി വന്നതാണ്. അങ്ങനെയാണ് അവിടെ ജഗന്നാഥ് വിഗ്രഹം സ്ഥാപിക്കുന്നതൊക്കെ. അപ്പൊ അതാണ് വിഗ്രഹത്തിന്റെ മഹിമ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ വിഗ്രഹം ജഗന്നാഥിന്റെ ആ പഴയ വിഗ്രഹം മാറ്റി 12 വർഷം കഴിഞ്ഞ് അത് മാറ്റി അടുത്തത് സ്ഥാപിക്കുന്നത് ഒരു ഏറ്റവും പ്രായമുള്ള ഒരു മനുഷ്യനായിരിക്കും. അവരുടെ ആ ഒരു പാണ്ഡാസ് എന്ന് പറയാം. അപ്പൊ അവരുടെ ആ ഈ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന അതിലേറ്റവും പ്രായമുള്ള ഒരു വ്യക്തി കണ്ണുമൊക്കെ കെട്ടിക്കൊണ്ടാണ് ഈ വിഗ്രഹത്തിന്റെ പഴയ വിഗ്രഹത്തിൽ നിന്നും ഈ പ്രാണനെ എടുത്ത് മറ്റേ വിഗ്രഹത്തിലേക്ക് സ്ഥാപിക്കുക. അതാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സ്ഥാപിക്കുമ്പോഴ പിന്നീട് ഇദ്ദേഹം ജീവിച്ചിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഏറ്റവും പ്രായമുള്ള ഒരാളിനെ തിരഞ്ഞെടുക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാം ഭയങ്കര വൈബ്രേഷനാണ്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ എന്താ പറയാ ആ ഒരു അതായത് ഭഗവാൻ കാരണം വെച്ചാൽ പിന്നെ അവർക്ക് ആക്ച്വലി ഈ ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ഭഗവത് സന്നിധിയിലേക്ക് പോകാം. അവർക്ക് വീണ്ടും അവരുടെ സേവനം ഈ ആത്മീയ ശരീരത്തിൽ കൂടി അവർക്ക് ഭഗവാന് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ 12 വർഷം കഴിയുന്തോറും ഈ ജഗന്നാഥപുരിയിലെ ഈ വിഗ്രഹമാണ്. ഒന്നാമത്തെ കാര്യം അത് തടി ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. തടി അതായത് ദാരുബ്രഹ്മം, ദാരു എന്ന് വെച്ചാൽ തടീന്ന്, ദാരുബ്രഹ്മത്തിലാണ്. അപ്പൊ നമ്മള് ഭഗവാന്റെ വിഗ്രഹം തന്നെ ഇപ്പം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് തടിയില, മരത്തില, പിന്നെ അതുപോലെ ലോഹത്തില, പിന്നെ ചിലര് പഞ്ചലോഹ വിഗ്രഹം ഉണ്ടാകും. എല്ലാ 5 ലോഹങ്ങളും കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് അങ്ങനെ ആ വിഗ്രഹങ്ങളൊക്കെയാണ് കൂടുതലും ഇപ്പം നമ്മളെ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ എന്താ പറയാ വിഗ്രഹം അങ്ങനെയുള്ള വിഗ്രഹം സ്ഥാപിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ശില, അതായത് എന്താ പറയാ കല്ലില് ഉണ്ടാക്കും, ചിലര് കളിമണ്ണിലുണ്ടാക്കും, ചിലര് ചെളിയിലുണ്ടാക്കും, ലോഹത്തില്, പെയിന്റ്, മനസ്സ്, കണ്ണാടി, ഇതൊക്കെ ഭഗവാന്റെ ആവിർഭാവങ്ങൾ. ഇതിലൊക്കെ നമുക്ക് നമ്മള് ചിലർക്ക് ഇപ്പം വിഗ്രഹം വെച്ച് ആരാധിക്കാൻ ഒക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ഒന്നിലെ പെയിന്റിങ് വെക്കും, അല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ വെച്ച് ആരാധിക്കും. പിന്നെ ചിലര് കണ്ണാടിയിൽ ഭഗവാനെ എന്താ പറയാ പെയിന്റ് ചെയ്ത് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ, അതുകൊണ്ട് മനസ്സുകൊണ്ട്, അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ അങ്ങനെ ചെയ്യും. ഇതെല്ലാം വിഗ്രഹ രൂപത്തിൽ ഭഗവാൻ ആവിഷ്കൃതമാകുന്ന ഓരോരോ തലങ്ങളാണ്, ഉപാധികളാണ്. അപ്പൊ ഇതാണ് നമ്മള് അപ്പം ഈ പ്രാണപ്രതിഷ്ഠ ചെയ്ത ഈ വിഗ്രഹത്തിന് ഗുരു എന്ത് ചെയ്യും? ഈ വിഗ്രഹത്തിന് നിത്യേന ആരാധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ എല്ലാ ദിവസവും ആരാധന ചെയ്യുമ്പോഴാ അദ്ദേഹം എന്തൊക്കെയാ ഭഗവാന്